ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എനർജെറ്റിക്സ് ഓർഗാനിക്കിൻ്റെ ആക്ഷൻ പ്ലാനിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെർബൽ നോളജിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഹെർബൽ നോളജ് വേണം നമ്മൾ ഹെർബൽ പ്രോഡക്റ്റുകൾ ഒരു സംരംഭകയാകുമ്പോൾ നമുക്ക് ഹെർബൽ നോളജ് വേണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. അപ്പോൾ ഒരു ഹെർബൽ സംരംഭകർക്ക് ഹെർബൽ പ്രൊഡക്റ്റുകളെക്കുറിച്ച് സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നല്ലവണ്ണം വേണം. അതുപോലെ തന്നെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഔഷധ ഫലങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് അതിൽ ഉപയോഗിക്കാൻ പറ്റുക, അതുകൊണ്ടുള്ള ഓരോ ഭാഗത്തിനുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം, ഫലപ്രദമായിട്ട് എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അറിയണ ഒരാളായിരിക്കണം. ഒരു ഹെർബൽ നോളജ് ഇല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ സുരക്ഷിതമായ രീതിയിൽ നമുക്കത് ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ അതിനൊരു ഫലം ഉണ്ടാക്കാനും നമുക്ക് പറ്റില്ല. അതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവ് ഇല്ലാതിരുന്നാൽ. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിവ് വേണം. ഇല, പൂവ്, തണ്ട്, വേര്, ഏതൊക്കെയാണ് അതിൽ ഔഷധ ഗുണങ്ങളുള്ളത്, ഏതിനൊക്കെ എന്തൊക്കെ ഔഷധ ഗുണങ്ങളാണ് ഉള്ളത്, ഏത് സമയത്താണ് അത് വിളവെടുക്കുന്നത്, ഏത് സമയത്താണ് അത് നടുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z കാര്യങ്ങൾ നമുക്ക് കഴിയണ അത്രയും മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. നമ്മളെ പ്രൊഡക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അലോവര, അതുപോലെ തന്നെ വേപ്പ്, അതുപോലെ തന്നെ ചെമ്പരത്തി, തുളസി, നെല്ലിക്ക, അതുപോലെ തന്നെ ഭൃംഗരാജ്, അതുപോലെ മഞ്ചിഷ്ട, ശംഖുപുഷ്പം, പിന്നെ ഇപ്പം എന്താ എണ്ണിയാലൊതുങ്ങാത്ത ഉണ്ട്, മഞ്ഞൾ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഉലുവ, റോസ്മേരി, പിന്നെ കറി ലീഫ്, ലിക്കറൈസ്, തുളസി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ കൂടുതൽ ഉപയോഗിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുകൾ നമുക്ക് വേണം. ഓരോ പ്രൊഡക്റ്റും ഓരോ സസ്യങ്ങളും, പ്രൊഡക്റ്റല്ല, ഓരോ സസ്യങ്ങളും അതിൻ്റെ ഇല, പൂവ്, തണ്ട്, അതൊക്കെ ഏതൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്, ഹെയറിന് ഏത് ഗുണം ചെയ്യും, ഫേസിന് ഏത് ഗുണം ചെയ്യും, സ്കിന്നിന് ഏത് ഗുണം ചെയ്യും, ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തന്നെ ഈ ഹെർബൽ പ്രൊഡക്റ്റുകളുടെ ഷെൽഫ് ലൈഫ്, അതിൻ്റെ ഉപയോഗ രീതികൾ, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്, അത് പിന്നെ ചാറാകുന്ന സമയത്ത്, അതുപോലെ അത് ഡ്രൈ ആകുന്ന സമയത്ത്, അങ്ങനത്തെ ഓരോ സമയത്തും അതിൻ്റെ സൂക്ഷിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ സംരക്ഷണം എങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നല്ലോണം ക്ലിയറായിട്ട് ഏതൊക്കെ സസ്യങ്ങളാണ് ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയുക, അതുപോലെ ഏതൊക്കെ സ്കിന്നിനാണ് ഇത് ഉപകാരപ്പെടുക, ഏതൊക്കെ സ്കിന്നിന് ഏതൊക്കെ ഉപകാരപ്പെടൂല എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ചില പ്രൊഡക്റ്റുകൾ ചിലവർക്ക് അലർജി ഉണ്ടാക്കും, ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതൊക്കെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഏതൊക്കെ ശരീരത്തിനാണ്, ഏതൊക്കെ സ്കിന്നിനാണ് അങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഉണ്ടാവണേ എന്നുള്ളൊരു ധാരണയും അതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ നമുക്ക് വേണം. നമ്മൾ പറയും ഹെർബൽ പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് ആയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു അലർജി ഉണ്ടാവില്ല, ഒരു ഇറിറ്റേഷൻ, അതൊന്നും അല്ല കേട്ടോ. ഏതൊരു ഹെർബൽ പ്രോഡക്റ്റിനും അലർജി ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഏതൊരു സ്കിന്നിനാണ് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാകുക, ആർക്കാണ്, ഏതൊക്കെ കൂട്ടി ഉപയോഗിച്ചാലാണ് ഇതിന് യോജിക്കാതെ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കാൻ അറിയാം. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള നല്ല തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പം നമ്മളൊരു 10 പേര് ഞാൻ ഇതിൽ പറഞ്ഞല്ലോ, അംല, അതുപോലെ തന്നെ നീം, അതുപോലെ തുളസി, അതുപോലെ മഞ്ചിഷ്ട, അതുപോലെ പിന്നെ ശംഖുപുഷ്പം, പിന്നെ ഇപ്പം എന്താ പറഞ്ഞത്, അലോവര, ഇങ്ങനത്തെ 10 പ്രോഡക്റ്റുകൾ എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ഇല, വേര്, തണ്ട്, ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി തന്നെ പഠിച്ചെടുക്കണം. എവിടുന്നൊക്കെ കണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമോ അവിടുന്നൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങളൊരു 10 സസ്യങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രസ്റ്റിലേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ സാധിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കുക. എന്താ വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് ഈ 10 സസ്യങ്ങൾ എഴുതുക. അതിൻ്റെ ഇല, പൂവ്, തണ്ട്, വേര്, ഇതൊക്കെ എന്തിനൊക്കെ പറ്റും എന്നുള്ള പല സ്ഥലത്തുനിന്നും റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൂടെ വളരാൻ നിങ്ങൾക്ക് വളരെയധികം സാധ്യതകളുണ്ടാവും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഹെർബൽ പ്രൊഡക്റ്റുകളെ കുറിച്ച്, ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകളെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇതിൽ കൂടുതൽ പറയാനുള്ളത്. എന്നാൽ തന്നെ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാൻ തീരുമാനിക്കുക. മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു 10 ഇൻഗ്രീഡിയൻറ്റുകൾ എടുത്തിട്ട് അതിനൊരു പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ ഇല, പൂവ്, തണ്ട്, വേര്, ഇതൊക്കെ കായ, ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടുന്നൊക്കെ അതിനെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടുമോ, യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ChatGPT ഉപയോഗിച്ചിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ അത് സംഭരിച്ച് വെച്ച് അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.